നിന്റെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു. നിന്റെ അത്ഭുതകരം ഇന്ന് അഭിഷേകമായി ഞങ്ങൾക്ക് മധ്യേ വ്യാപരിക്കട്ടെ. പുതിയൊരാത്മീയ ഉണർവിനായി കർത്താവേ, ഞങ്ങളുടെ ആത്മീയ മനുഷ്യൻ ഒന്ന് കത്തിജ്വലിക്കുവാൻ, ക്രിസ്തു എന്ന തലയോളം ഞങ്ങൾ വളരുവാൻ അപ്പാ പുതിയൊരാത്മീയ അഭിഷേകത്താൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ കുറവുകളോടൊന്നും ഓർക്കരുത്, ഞങ്ങളുടെ ബലഹീനതകളോടൊന്നും ഓർക്കരുത് അപ്പാ. തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച വെണ്മയുള്ള ഒരു യാഗമായി പ്രാഗൽഭ്യത്തോടുകൂടെ പുത്രൻ വഴിയായി കൃപാസനത്തിന് അരികിലേക്ക് കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളെ ആത്മാവിൽ പൊതിയുമാറാകണം. കടന്നു വരേണ്ട എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അഭിഷേകമായി ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾ വ്യാപരിക്കുമാറാകട്ടെ എന്ന പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ക്രിസ്തു എന്ന തലയോളം ഞങ്ങൾ വളരുവാൻ, പുതിയൊരാത്മീയ ഉണർവിന്റെ ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രിയനെ, സർവവും ഞങ്ങൾക്കായി ജീവൻ വെച്ച നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പുത്രൻ വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അറിവെത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. മുന്നോട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ സഖി പ്രാർത്ഥിച്ച സഖി കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ച സ്തോത്രം പിതാവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അപ്പാ പിതാവേ, അങ്ങയുടെ കൃപാസനം വരുവാനുള്ള ഞങ്ങൾക്ക് നൽകണം. ആബേലിന്റെ കാഴ്ചയെ പോലെ കർത്താവെ സ്വീകാര്യമായ കാഴ്ചയാക്കി ഞങ്ങളുടെ സ്തുതി ബലികൾ, നന്ദി ബലികൾ, യാചനാ ബലികളെല്ലാം മാറ്റണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. രാജാതിരാജനെ ആദ്യം മുതൽ അവസാനം വരെ കർത്താവെ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ജ്ഞാനത്താൽ നിറച്ചു കർത്താവെ. ഞങ്ങളെ വഴി നടത്തണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. രാജാതിരാജനെ സ്തോത്രം കർത്താവെ. ഞങ്ങൾ സ്വയത്താലല്ല കർത്താവെ, അപ്പാ അങ്ങിൽ നിന്ന് പ്രാപിച്ചു കർത്താവെ. സ്തോത്രം. ഞങ്ങളായിരിക്കാൻ കർത്താവെ വിളക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. യേശുവേ നന്ദി കർത്താവെ. രാജാതിരാജനെ എന്ത് ഉദ്ദേശത്തിലാണ് കർത്താവെ പ്രാർത്ഥന തുടങ്ങിയതെന്നുള്ള കർത്താവെ സ്തോത്രം ബോധ്യം അടിയങ്ങൾക്ക് നൽകി അപ്പാ. ആ വിഷയങ്ങൾക്കായി ആത്മാർത്ഥതയോടുകൂടി അടിയങ്ങൾക്ക് നൽകണമേ കർത്താവെ. യേശുവേ ഉണർവുള്ള ഹൃദയത്തെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഉണർവുള്ളവരായി ഞങ്ങളായിരിക്കാൻ കർത്താവെ. അഭിഷേക കിരിയാൽ നിറയുവാൻ കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. രാജാതിരാജനെ സ്തോത്രപ്പാ, നീതി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. യേശുവേ സ്തോത്രം കർത്താവെ. അപ്പാ പ്രതാവായി തീരാ കർത്താവെ. ഹല്ലേലൂയ. അപ്പോ ഈ തീരദേശ മിഷനെ പരിപൂർണമായി ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. അപ്പോ ഉണർവുള്ള ഓരോ മക്കൾക്ക് നന്ദി കർത്താവെ. സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും ഉണർവുള്ളവരായി അങ്ങയുടെ ദൈവത്തെ തികപ്പാനുള്ള കൃപ നൽകിയിരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. രാജാതിരാജനെ മുതൽ അവസാനം വരെ അവിടുന്നായി നടത്തണമേ, അവിടുന്നായി നയിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം അപ്പാ. സ്തോത്രം കർത്താവെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ജീവിക്കുന്നവനായ നല്ല പിതാവേ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അറിവേറ്റി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അച്ചുമോള് ഒരു പാട്ട് പാടാമോ? അച്ചുമോള് എല്ലാ പ്രതികൂലങ്ങളും മാറും, എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ
ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകൾ അടയുമ്പോൾ, ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകൾ അടയുമ്പോൾ, ചെങ്കടൽ പിളർന്നതുപോൽ എന്നെ നടത്തുന്നവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ദൈവനാമം ഉയരട്ടെ. നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ, നമ്മൾ ലജ്ഞിച്ചു പോകാതെ നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ നമുക്ക് കഴിയും. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. മോശയോട് കൂടെ നടന്ന നൂനിന്റെ മകനായ ജോഷുവയോട് ദൈവം അരുൾ ചെയ്യുന്ന വാഗ്ദത്തമാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ, നമ്മോട് കൂടെ നടക്കുന്ന കർത്താവിന്റെ സാക്ഷിയായി മാറുവാൻ, ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്ന നിലവാർ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിപ്പാൻ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിപ്പാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ തളർന്നു പോകാതെ, പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകം സ്തോത്രം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പ്രാർത്ഥനകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ചും സ്തോത്രം, നമുക്കറിയാം നാം ഇതൊരാത്മീയ ഉണർവിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. ഒരാത്മീയ ഉണർവ് കാണുവാനുള്ള കൂട്ടായ്മയുടെ സംഗമമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥന സംഗമവേളയിൽ, ആത്മീയ സംഗമവേളയിൽ ആ ആത്മീയ നിറവിലേക്ക് നമ്മൾ കയറുവാൻ നമുക്ക് നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തോത്രം
2007 ലഭിച്ച സ്വർഗീയ ദർശനം പാരമ്പര്യത്തിന്റെ കോട്ടകൾ വിട്ട ജനം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് പോരാ, അതേ ദേശത്ത് നിന്ന് ഒരാത്മീയ ഉണർവ് 2 കൈവഴിയായി പൊട്ടിപ്പുറപ്പെട്ട ഇന്ത്യയൊട്ടാകെ നിറയുന്നത്. അതുപോലെ തന്നെ സിസ്റ്റർ അഞ്ജലി ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്ന് ഒരാത്മീയ ഉണർവുണ്ട് എന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ നമ്മൾ പലർക്കും ഈ ആത്മീയ ഉണർവിന്റെ ദർശനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവരും ആത്മീയ ഉണർവ് കണ്ടോ? അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥനാനിരതരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ആത്മീയ ഉണർവ് നാമും നമ്മുടെ തലമുറകളും അനുഭവിക്കുവാൻ, മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ കഴിയുന്ന നിലവാരത്തിൽ അത് വെളിപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് രവി പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്ന കർത്താവേ. കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ആ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ. ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവേ അങ്ങിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു അപ്പാ. പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നാവിന്മേൽ പ്രാർത്ഥനാ വിഷയങ്ങളെ തരുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദൈവം പ്രവർത്തിക്കണം അപ്പാ. വീണ്ടും കർത്താവെ പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ തരുന്നു അപ്പാ. അവിടുന്ന് പ്രവർത്തിക്കണം അപ്പച്ച. കർത്താവെ, അന്ത്യകാലത്തിൽ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ ദർശനങ്ങളെ കാണുമെന്നുള്ള തിരുവചനം ഞങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ അന്ത്യനാളുകളിൽ വലിയ ദൈവപ്രവർത്തികൾ കാണുവാൻ, വലിയ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൊ ഞങ്ങളുടെ ദാസൻ കർത്താവെ ജോൺ പീറ്റർ ഭാഷണം കൊടുത്ത ആ ദർശനം, ആ വെളിപ്പാടുകൾ കർത്താവ് ഈ നാളുകളിൽ കർത്താവെ അത് കത്തിപ്പടരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. 2007 തനിക്ക് കിട്ടിയ ആ കർത്താവെ ആ ദൈവികമായ പദ്ധതിയെ ഈ നാളുകൾ കാണത്തക്ക നിലവാരത്തിൽ പാരമ്പര്യത്തിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ജനം ജീവനുള്ള ദൈവത്തെ അറിയുവാൻ, ആത്മാവിലും സത്യത്തിലും അറിയുവാൻ തക്കവണ്ണം മുഖാന്തരങ്ങൾ അങ്ങ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവകൃപ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അത്ഭുത മന്ത്രിയുടെ കരം വെളിപ്പെടട്ടെ. വീരനായ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ 7ാം ക്ലാസ് പഠിക്കുന്ന പെൺകൊച്ച് കർത്താവെ കണ്ട ദർശനം, കർത്താവെ തെക്കൻ ജില്ലയിൽ നിന്നൊരു ഉണർവ് പൊട്ടി പുറപ്പെട്ട് കർത്താവെ ഹാലില് 2 കൈത്തോടായിട്ട് ഇന്ത്യ മുഴുവനും അപ്പ പൊട്ടി പുറപ്പെടുന്ന ഒരു കാഴ്ച, ആ പ്രവചനം നിവർത്തിയാകട്ടെ അപ്പ. ആ വെളിപ്പാടുകൾ നാളുകൾ ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുവാൻ, ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രവചനത്തിന്റെ മണ്ഡലങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുകയും ആ പ്രവചന നാളുകൾ ഞങ്ങളുടെ കണ്ണുകളുടെ കാണത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മമാരി കൊണ്ട് നിറയ്ക്കണം, ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണം, ആത്മാവിന്റെ പകർച്ചകൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ കരം വെളിപ്പെടുവാൻ അപ്പാ. ദൈവദാസന്മാരുടെ മേൽ, ദൈവമക്കളുടെ മേൽ, സഭകളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ കർത്താവേ. ആത്മമണ്ഡലം തുറക്കട്ടെ അപ്പച്ച. ആത്മസന്തോഷം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് പ്രവർത്തിച്ചേ മതിയാകൂ. കർത്താവ് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടെ നിന്ന് നിറയ്ക്കണം അപ്പം. അവിടെ നിന്ന് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ. അങ്ങയുടെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പം. കൃപയും സാന്നിധ്യം കൂടി ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി മാനവും മഹത്വവും അങ്ങെടുത്താട്ടെ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പുത്രൻ വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അറിവുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന ഈ രാത്രി പ്രാർത്ഥന, രാത്രി പ്രാർത്ഥനകളൊക്കെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, അതുപോലെ തന്നെ നമ്മളോടും കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഓരോ ജീവിതങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലൊക്കെയും അവരെ കരുതുന്ന കർത്താവിന്റെ സാക്ഷിയായി അവർ മാറുവാൻ
ദൈവകരങ്ങളിലേക്ക് നമ്മള് നടക്കുന്ന നൈറ്റ് പ്രയറിനെ സമർപ്പിച്ചുകൊണ്ട് എഡിസൺ പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. എഡിസൺ പാസ്റ്റർ പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നടക്കുന്ന കർത്താവെ നൈറ്റ് പ്രയർ ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ പ്രത്യേക ഞങ്ങൾ പ്രത്യാശ തീരദേശ മിഷനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ദൈവം ഭാഗെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ 5 സോണലുകൾ ഉണ്ടല്ലോ കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ 5 സോണലിനെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ എല്ലാവരും ആത്മീയമായി ഉണർത്തപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം കർത്താവെ ഈ നാളിൽ ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകരുവാൻ തക്കവണ്ണം കർത്താവെ ഒരു ഒരുക്കപ്പെട്ട ഹൃദയവുമായി കർത്താവെ ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുവാൻ തക്കവണ്ണം യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നുപോയി നടക്കുകയും ചെയ്യുന്നു നല്ല കർത്താവെ അങ്ങയുടെ മുമ്പാകെ ഇരുന്ന് ഞങ്ങളത് പ്രാപിപ്പാൻ തക്കവണ്ണം ഒരാത്മീക ഉണർവിന് വേണ്ടി കർത്താവെ ഒരു ഒരുക്കപ്പെട്ട ഹൃദയവുമായി ഞങ്ങൾ ഈ ടീമിലുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളെ തൊട്ടുണർത്തേണ്ടതിനായി കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആരെല്ലാം കർത്താവ് ഈ ടീമിൽ പങ്കെടുത്തിട്ടുണ്ടോ അവരുടെ എല്ലാ വിഷയങ്ങളുടെ മേല് ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ആരെല്ലാം ഭാരത്തോടെ ഇരിക്കുന്നുവോ, പ്രയാസത്തോടെ ഇരിക്കുന്നുവോ, നിരാശത്തോടെ ഇരിക്കുന്നുവോ, അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ എല്ലാം എടുത്തു മാറ്റി ദൈവത്തിന്റെ ആനന്ദവും ചൈതന്യവും കൊണ്ട് അവരെ പ്രകാശിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് ഈ രാത്രി കർത്താവ് ഒരു വിടുതലിന്റെ രാത്രിയായി തീരേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മാനവും മഹത്വവും പുകഴ്ചയെല്ലാം ദൈവത്തിന്, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പുത്രൻ വഴിയുള്ള പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അരവേർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പരസ്യങ്ങളൊക്കെയും ഒരു അനുഗ്രഹമായി തീരുവാൻ, അത് കടന്നു ചെല്ലുന്ന മേഖലകളിലൊക്കെയും പലരും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരു മാനസാന്തരത്തിന്റെ പ്രവർത്തനം ആ ദേശങ്ങളിൽ വെളിപ്പെടുവാൻ, ആത്മാക്കളെ നേടുവാൻ നമുക്ക് പരസ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശോഭ സിസ്റ്റർ പ്രാർത്ഥിച്ചാണ്. ശോഭ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചോ. സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവെ നന്ദി പറയുന്നു. മനോഹരമേറിയ നല്ല രാത്രിക്കായി സ്തുതിക്കുന്ന കർത്താവെ, ദാസൻ പറയപ്പെട്ട വിഷയങ്ങൾക്കായി ഇന്ന് രാത്രി കാലം സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ നടക്കുന്ന യുവനക്കാരുടെ ഇടയിലുള്ള കർത്താവെ മീറ്റിങ്ങുകള്, കർത്താവ് പ്രത്യേകിച്ച് പരസ്യയോഗങ്ങള്, കർത്താവെ നാളുകൾ, കർത്താവെ സ്തോത്ര ഇതര ദേശത്തുള്ളവരുടെ ബന്ധത്തിൽ കർത്താവെ തിരുവനന്തപുരം ജില്ലയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായൊരു വലിയ ദൈവിക അഭിഷേകത്തിന്റെ കർത്താവ് ഉണർവ് കർത്താവെ തീരദേശത്ത് ജീവനക്കാരുടെ ഇടയിൽ ദൈവം അയക്കുമാറാകണമേ. ദൈവത്തിന്റെ നീതിയുള്ള വലങ്കര കർത്താവിന്റെ രാത്രികാലം വെളിപ്പെടുക. സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവ് സഹായിക്കണമേ. അപ്പാ ഹല്ലേലൂയ കർത്താവേ, ആമേ സ്തോത്രങ്ങളുടെ കൃത്യന് കൊടുത്തതായ ഒരു വലിയ ദർശനത്തിന്റെ ഹല്ലേലൂയ നിവർത്തികളിലേക്ക് കർത്താവെ കടന്നു ചെല്ലുവാൻ കർത്താവിന്റെ സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം സഹായിക്കണമേ. ആമേൻ. കർത്താവെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ധാരാളങ്ങളും വീര്യപ്രവൃത്തികളും ഈ ദേശത്ത് വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. പുത്രൻ വഴിയാലുള്ള പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അരവേർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സഗീർ പാട്ട് പാടാമോ? സഗീർ പാട്ട് പാടാമോ? മൈക്ക് ഓൺ ചെയ്യും. യേശു நல்லவர், ஒரு போதும் கைவிடார், ஒரு நாளும் விலகிடார். நம் இயேசு நல்லவர்,
ஒருபோதும் கைவிடார், ஒரு நாளும் விலகிடார். ஒன்று சேர்ந்து நாம் துதிப்போம், சாத்தானை மிதிப்போம், தேசத்தை சுதந்தரிப்போம். ஒன்று சேர்ந்து நாம் துதிப்போம், சாத்தானை மிதிப்போம், தேசத்தை சுதந்தரிப்போம். நம் இயேசு நல்லவர், ஒருபோதும் கைவிடார், ஒரு நாளும் விலகிடார். கண்ணீரை காண்கிறார், கதறலை கேட்கிறார். கண்ணீரை காண்கிறார், கதறலை கேட்கிறார். வேதனை அறிகிறார், வேதனை அறிகிறார். விடுதலை தருகிறார், இன்று விடுதலை தருகிறார். நம் இயேசு நல்லவர், ஒருபோதும் கைவிடார், ஒரு நாளும் விலகிடார். நொறுங்குண்ட நெஞ்சமே நோக்கிடு இயேசுவை, நொறுங்குண்ட நெஞ்சமே நோக்கிடு இயேசுவை. கூப்பிடு உண்மையாய், இன்று கூப்பிடு உண்மையாய். குறையெல்லாம் நீக்குவார், உன் குறையெல்லாம் நீக்குவார். நம் இயேசு நல்லவர், ஒருபோதும் கைவிடார், ஒரு நாளும் விலகிடார். எத்தனை இழப்புகள், ஏமாற்ற தோல்விகள், எத்தனை இழப்புகள், ஏமாற்ற தோல்விகள். கர்த்தரோ மாற்றுவார், கரம் நீட்டி தேற்றுவார், இன்று கரம் நீட்டி தேற்றுவார். நம் இயேசு நல்லவர், ஒருபோதும் கைவிடார், ஒரு நாளும் விலகிடார். என்னை சுவருகிறார் மேகங்கள் நடுவிலே, என்னை சுவருகிறார் மேகங்கள் நடுவிலே. மகிமையில் சேர்த்திட மறுரூபமாக்குவார், நம்மை மறுரூபமாக்குவார். நம் இயேசு நல்லவர், ஒருபோதும் கைவிடார், ஒரு நாளும் விலகிடார். ஒன்று சேர்ந்து நாம் துதிப்போம், சாத்தானை மிதிப்போம், தேசத்தை சுதந்தரிப்போம். ஒன்று சேர்ந்து நாம் துதிப்போம், சாத்தானை மிதிப்போம், தேசத்தை சுதந்தரிப்போம். நம் இயேசு நல்லவர், ஒருபோதும் கைவிடார், ஒரு நாளும் விலகிடார். നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ മനസ്സിനെ അറിയുന്ന ദൈവമാണ്. യോശുവ ജനത്തോട് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങൾ യോർദാൻ കടക്കാൻ ഒരുങ്ങുവിൻ എന്ന് പറയുമ്പോൾ ജനം യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരുന്നാൽ മതി, ഞങ്ങളൊക്കെയും നിന്നെ അനുസരിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ യോശുവയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് യോർദാൻ കടക്കുമ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ പാദം വയ്ക്കുമ്പോൾ നിന്നോടുകൂടെ യഹോവ ഉണ്ട് എന്ന് ഈ ജനം അറിയും. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നാം സേവിക്കുന്ന ദൈവം
ജീവനുള്ള ദൈവമാണ്. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണീരിനെ അവൻ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമാണ്. നമ്മെ വഴിയിൽ വിടാത്ത ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ യാത്ര കർത്താവിൽ ആശ്രയിച്ചാണ്. നമ്മുടെ യാത്ര കർത്താവിൽ തന്നെ ആശ്രയിച്ചാണെങ്കിൽ നമ്മോട് കൂടെ നടക്കുന്ന ദൈവത്തെ നാം കാണും. നമ്മുടെ ഹൃദയവേദനകളെ കാണുന്ന ദൈവത്തിന്റെ മറുപടി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. വരും നാളുകളിൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, കണ്ണീരിന്റെ അവസ്ഥകൾക്ക് പരിഹാരം നൽകുന്ന കർത്താവിന്റെ സാക്ഷിയായി മാറുവാൻ ഇടയായിത്തീരും. യോശുവ വരും മുന്നോട്ടുള്ള നാളുകളിൽ ഒരു ചരിത്രമായി തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ യാത്രയും ഒരു ചരിത്രമായി മാറുവാൻ, കർത്താവിന്റെ സാക്ഷികളായി നമ്മൾ മാറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജാഗരണ പ്രാർത്ഥനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയമായ ഉണർവിന് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരുവാൻ തിരുവനന്തപുരത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ജാഗരണ പ്രാർത്ഥന, അത് ഇന്ന് ഇപ്പോൾ നമ്മുടെ സഹോദരിമാർ അതിന്റെ പ്രവർത്തനങ്ങളിൽ സജീവരായിട്ടുണ്ട്. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവര് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെയും ആ പ്രാർത്ഥനകളൊക്കെ ഒരു അനുഗ്രഹമാക്കി കൊണ്ടുവരുവാൻ, അതുപോലെ തന്നെ മുന്നോട്ടുള്ള നാളുകളിൽ ലീഫ്ലെറ്റ് മിനിസ്ട്രിക്കൊക്കെയും അവർ അതിനെ സജീവരായി മാറുവാൻ, കർത്താവിന്റെ പോരാളികളായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഈ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശൗന്തള സിസ്റ്റർ പ്രാർത്ഥിച്ചാണ്. ശൗന്തള സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ആ മൈക്ക് ഓൺ ചെയ്തു, മൈക്ക് ഓൺ ചെയ്തു, മൈക്ക് ഓൺ ചെയ്തു, മൈക്ക് ഓൺ ചെയ്തു. നമ്മള് അച്ഛമ്മളെ മൈക്ക് ഓൺ ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്ന നല്ല സമയത്തിനായി നന്ദി കരയേറ്റുകയാണ് പിതാവേ. സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. അപ്പന്റെ കരങ്ങളിലേക്ക് ദൈവമേ ഈ തീരദേശ പ്രവർത്തന മേഖലയെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ, അപ്പോ ഞങ്ങളൊരു കൂട്ടം മക്കൾ ഇതിന്റെ പിന്നിൽ ദൈവമേ നിന്റെ നാമത്തിൽ ഇതിന്റെ ഭക്തന് കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അവിടെ എവിടെയായി കർത്താവെ സ്തോത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അവിടുന്ന് അരുളി ചെയ്തതുപോലെ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്ന് അരുളി ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ ഹാലലിയ രാജ്യത്തിന്റെ ഹാലലിയ കെട്ടുപണിക്കായി അവിടെ എവിടെയായി കർത്താവെ നിന്റെ ഹാലലിയ ജനത്തെ നീ ഒരുക്കി ദൈവമേ നിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തീരദേശ മേഖല ഹല്ലേലൂയ പ്രവർത്തനങ്ങളെല്ലാം കർത്താവെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അതിൽ ഭാഗവത്തായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട അഭിഷക്തന്മാരെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, സഹോദരിമാരെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിച്ച് ദൈവമേ ആ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കണം. ഇതിനകത്തുള്ള ഒരു വ്യക്തികൾ പോലും കർത്താവെ സ്തോത്രം ദൈവമേ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കാൻ ദൈവം അനുവദിക്കരുത് കർത്താവെ. ഈ ജാഗരണ പ്രാർത്ഥനയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് പിതാവേ. അപ്പൊ അവിടുന്ന് ഹല്ലേലൂയ വലിയവനായ ദൈവമാകയാൽ കർത്താവെ സ്തോത്രം അവിടുത്തെ പ്രവർത്തനങ്ങളെ എല്ലാ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഇതിനകത്തായിരിക്കുന്ന ഓരോ അഭിഷക്തന്മാരെ ഏൽപ്പിക്കുകയാണ്, സഹോദരിമാരെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. സകലതും ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചെയ്തെടുക്കുവാൻ ദൈവ സകല പേരും ദൈവകരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് ഈ രാത്രി ഞങ്ങൾ അഭിഷക്തന്മാരോടൊപ്പം ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് അവിടുന്ന് ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തേശു മൂലം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. പുത്രൻ വഴിയായി നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട ദൈവത്തെ നമുക്ക് അറിവേർത്ത് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അനശ്വത് ബ്രദറെ കേൾക്കാൻ പറ്റുമോ? അനശ്വത് ബ്രദറെ പ്രൈസലോ. വീണ്ടും നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മുന്നോട്ടുള്ള നമ്മുടെ എല്ലാ പ്രയാണങ്ങളും, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ 24-ാം തീയതി സ്തോത്രം നമ്മുടെ ചേർത്തല നടക്കുന്ന ഈ നൈറ്റ് പ്രേയറിനെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ആലപ്പുഴ ജില്ല മുഴുവനും തീരദേശ ജില്ല മുഴുവൻ ആ തീരദേശങ്ങൾ മുഴുവനും ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ ആത്മീയ ഉണർവ് കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ അന്നേ ദിവസം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ അനേകരെ കടന്നു വന്ന് ആ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ അവിടെയുള്ള ദൈവദാസനായ മധുപാസനെയും അദ്ദേഹത്തിന്റെ ചർച്ചിനെയും ചുറ്റുപാ കടന്നു വരുന്ന എല്ലാ ജനങ്ങളെയും സമർപ്പിച്ച ക്രിസ്റ്റി സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ക്രിസ്റ്റി സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കണം. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനു മഹത്വം. കർത്താവേ, തിങ്കളാഴ്ചയുടെ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ അഭിഷക്തൻ പറഞ്ഞതായ വിഷയത്തെ ദൈവരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമേ, ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നതായ 23-ാം തീയതി നടക്കുന്നതായ നൈറ്റ് പ്രയറിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പന്റെ സാന്നിധ്യം കൃപയ്ക്ക് അവിടെ നിന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ കർത്താവേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാലമേ സ്തുതിക്കുന്നു കർത്താവേ. വലിയൊരു വിടുതലും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. ആലപ്പുഴ ദേശത്തെ കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടെ നടക്കുന്ന എല്ലാ കർത്താവിന്റെ പ്രവർത്തന മേഖലകളിലും കർത്താവിന്റെ സാന്നിധ്യം കൃപയും പകരണമേ. അതിലെ ഭാരവാഹികളായിരിക്കുന്ന കർത്തദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നേ. കർത്താവ് അവിടെ നിന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ കർത്താവേ. സ്തോത്രം. അനേക ആത്മാക്കളെ കർത്താവേ ഈ കൂട്ടായ്മ മുഖാന്തരം കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നതായ ഓരോ പ്രവർത്തന മുഖാന്തരവും കർത്താവേ അനേകാത്മാക്കളെ നേടുവാൻ തക്കവണ്ണം കർത്താവിടന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ അവിടെന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായപ്പന്റെ കരങ്ങളെ ഏൽപ്പിച്ച് കടന്നു വരുന്നു ഈ ദിവസങ്ങൾ കർത്താവെ. വിടുതൽ കാണുവാൻ കർത്താവെ സന്തോഷിപ്പാൻ തക്കവണ്ണം, കർത്താവ് അത്ഭുതം ചെയ്തെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കും, ബലപ്പെടുത്തും, ശക്തിയായിരിക്കും. സകലമാനവും മഹത്വം എടുക്കും. ക്രിസ്തയേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അരവേർച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് 25-ാം തീയതി എറണാകുളം വൈപ്പിനിൽ നടക്കുന്ന ആ നൈറ്റ് പ്രയറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മുഴുരാത്രി പ്രാർത്ഥനകളൊക്കെയും അനുഗ്രഹമായി തീരുവാൻ അവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെയും പ്രത്യേകിച്ചും പ്രിയപ്പെട്ട എഡിസൺ പാസ്റ്ററും കുടുംബത്തിനും അതുപോലെ തന്നെ അവരുടെ തലമുറകൾക്കും അവരുടെ ആ ചർച്ചിനുമൊക്കെയും ഒരു വിശാലതയ്ക്ക് അത് കാരണമായി തീരുവാൻ, ആ ദേശം ഒരു ആത്മീയ ഉണർവിന് മുഖാന്തരമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് സോണി ബ്രദർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ്. സോണി ബ്രദർ കേൾക്കുന്നുണ്ടോ? സോണി ബ്രദർ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ദാസൻ പറയപ്പെട്ട വിഷയത്തെ പിതാവെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എറണാകുളത്ത് പിതാവെ നടക്കുന്ന നൈറ്റ് പ്രയറുകളും പിതാവെ പരസ്യ ശുശ്രൂഷകളും കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാഗരണ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവ സാന്നിധ്യവും ദൈവ പ്രവൃത്തിയും അവിടെ നടക്കുമാറാകട്ടെ കർത്താവെ. അനേക ആത്മാക്കൾ പിതാവെ രക്ഷയിലോട്ട് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ ഈ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരട്ടെ കർത്താവെ. അങ്ങയുടെ ദാസന്റെ പിതാവെ ഹല്ലേലൂയ ആലയത്തിലും പിതാവെ അനേക ആത്മാക്കൾ വന്ന് നിറയട്ടെ കർത്താവെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ ഹല്ലേലൂയ. തീരദേശത്തിന്റെ പിതാവെ വിടുതലിനു വേണ്ടി ഞങ്ങൾ പിതാവെ തിരുവനന്തപുരം മുതൽ പിതാവെ ഹല്ലേലൂയ 5 ജില്ലകളിൽ പിതാവെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ കർത്താവെ അങ്ങോർത്ത് വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ അപ്പ. അതിനു വേണ്ട സാമ്പത്തിക വഴികളെല്ലാം തുറക്കണമേ അപ്പ. ആത്മീയ സാന്നിധ്യവും കൃപകളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവെ. സ്തോത്രം. അങ്ങ് അനുഗ്രഹിക്കണമേ എല്ലാ നൈറ്റ് പ്രയറുകളിലും കർത്താവെ. ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ അപ്പ. ദൈവഹിത പ്രകാരമുള്ള ദൈവ മക്കൾ പിതാവെ കടന്നു വരുവാനും ദൈവദാസന്മാർ കടന്നു വരുവാനും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പിതാവെ ഹല്ലേലൂയ പ്രവർത്തനമായി തീർക്കണമേ കർത്താവെ. സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും സ്വർഗീയപ്പച്ചന് യേശു ക്രിസ്തുവിന് ധന്യമുള്ള നാമത്തിൽ തന്നെ ഉണ്ടായി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. പുത്രൻ വഴിയാ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട ദൈവത്തെ നമുക്ക് അരവേർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സോണി ബ്രദർ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? സോണി ബ്രദർ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ,
നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. സ്നേഹിതരെല്ലാം അകന്നു മാറി ദുഷിച്ചിടും നേരം. സ്നേഹിതരെല്ലാം അകന്നു മാറി ദുഷിച്ചിടും നേരം. ചാരയണച്ചു മാർവിലണച്ച കൃപയെ ഓർക്കുമ്പോൾ. ചാരയണച്ച മാർവിലണച്ച കൃപയെ ഓർക്കുമ്പോൾ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ. താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ടത് എൻ പേർക്കാണല്ലോ. കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ക്രൂശിലെ സ്നേഹം അതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം അതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനവും അതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനവും അതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രവർത്തനം ഒരു തീരദേശ കൺവെൻഷനുകളിലേക്കും അതുപോലെ തന്നെ മുറ്റത്തെ കൺവെൻഷനുകളിലേക്കൊക്കെ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മാറുവാൻ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും 2024 തന്നെ പ്രത്യാശ തീരദേശ മിഷന്റെ ഒരു ചർച്ച ആരംഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് പലപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെയും അതൊരിക്കലും അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തത വരാതെ നമ്മൾ പലപ്പോഴും തടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യങ്ങളൊന്നും മാറുവാൻ ഈ 2024 തന്നെ അതിന്റെ പ്രവർത്തനം ആത്മാവിന്റെ നിറവിൽ വെളിപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഈ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ടോ. സതീഷ് പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? സതീഷ് പാസ്റ്റർ, രവി പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്.
സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുദേശന്റെ കർത്താവ് തിരുദേശ മിഷന്റെ പേരിൽ കർത്താവെ ഈ 2024 കർത്താവെ 5 ചർച്ചുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ നാളുകൾ കർത്താവെ തിരുഹിതം പോലെ കർത്താവിന്റെ പദ്ധതി ഒരു സഭകൾ കർത്താവ് ഒരു ഇടത്തെങ്കിലും ഒരു പ്രവർത്തനം ആരംഭിക്കുവാൻ തക്കവണ്ണം അതിൻ്റെതായ വാതിൽ തുറക്കപ്പെടുവാൻ ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് തന്നെ വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതിന്റെ മുൻപന്തിയിലോട്ട് വരത്തക്ക നിലവാരത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തി അവിടുന്ന് കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ ദൈവം പ്രവർത്തിക്കണം അപ്പച്ച. ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടണം കർത്താവെ. ഞങ്ങളുടെ ദാസൻ നിർദ്ദേശിച്ചിരിക്കുന്നതായ ആ വ്യക്തിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പണിതെടുക്കണം. ദൈവത്തിന്റെ ശക്തി അതിന്മേൽ വ്യാപരിക്കപ്പെടണം. അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടണം. സാമ്പത്തിക മണ്ഡലങ്ങൾ തുറക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വലിയൊരു ദൈവപ്രവൃത്തി അങ്ങ് അയക്കണം കർത്താവെ. അതിന്മേൽ ദൈവം ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി തന്നെ നിറവേറുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ കർത്താവ് ഇടപെട്ടേ മതിയാകൂ. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടേ മതിയാവൂ കർത്താവെ. അത്ഭുതകരം വെളിപ്പെടുത്തണം. വിടുതലിന്റെ കരം വെളിപ്പെടുത്തണം. അതിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടണം. സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം കർത്താവെ. അതിനു വേണ്ട ഇടം ഒരുങ്ങപ്പെടണം. ദൈവം അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. അവിടുന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും അങ്ങെടുത്താട്ടെ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. പുത്രൻ വഴി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അറിവുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. സഖി അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മള് വളരെ വ്യക്തമായിട്ട് ചർച്ചിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മുടെ ഇടയിൽ നിന്ന് യുവതലമുറയെ വാർത്തെടുക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ സോണി ബ്രദർ, അലോഷ്യസ് ബ്രദർ, അതുപോലെ തന്നെ അച്ഛമ്മോള്, ഇവരൊക്കെയും പ്രാർത്ഥനകളിൽ സജീവമായി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, അതുപോലെ തന്നെ സജിദേവ, ഈ 3-4 പേർ 5 പേര് സമർപ്പിക്കുക. ഒപ്പം നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച ഈ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇവരൊക്കെയും അനുഗ്രഹപാത്രമായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സഖി പ്രാർത്ഥിച്ച മൈക്ക് മ്യൂട്ട് ചെയ്തു. മൈക്ക് സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. രാജാതിരാജനെ പറയപ്പെട്ട ഓരോ വിഷയങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. രാജാതിരാജനെ പ്രവർത്തനത്തിനായി ഒരുമിച്ച് കൂട്ടിയ ഓരോ ദൈവദാസന്മാരെയും കർത്താവേ, മക്കളെയും കർത്താവേ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന പിതാവേ. ഒരു മനസ്സിന്റെ ആത്മാവിനെ ഇവർക്ക് നൽകിയപ്പാ, ഒരു മനസ്സോടെ അങ്ങയുടെ വേലയെ തികപ്പാനുള്ള കൃപ നൽകണമേ അപ്പാ. സ്തോത്രം. തമ്മിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണുവാൻ തക്കമുള്ള ജ്ഞാനം നൽകി കർത്താവേ. ഞങ്ങളുടെ പ്രേരണയോ പ്രശസ്തിക്കോ അല്ല കർത്താവേ, ദൈവരാജ്യ നിർമ്മിതിക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള കൃപ നൽകണമേ അപ്പാ. സമർപ്പണവും മനോഭാവം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഈ ലോകത്തിൽ എന്ത് തന്നെ നേടിയാലും ഒന്നും സ്ഥായിയല്ല കർത്താവേ എന്നുള്ള ബോധ്യം നൽകി കർത്താവേ. ആത്മാക്കളെ നേടുവാനുള്ള ഉണർവ് നൽകി കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ദാസനാൽ തുടങ്ങപ്പെട്ട കർത്താവേ, തീരദേശ മിഷനെ പരിപൂർണമായി ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഇതിനെതിരായി വ്യാപരിക്കുന്ന കർത്താവേ, ഒരു കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവേ എടുത്തു മാറ്റി കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. രാജാതിരാജനെ സ്തോത്രം കർത്താവേ. ഒരു മനസ്സോടെ കർത്താവേ ആയിരുന്നു കൊണ്ട് കർത്താവേ ഈ പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കുകാരാകുവാനുള്ള കൃപ നൽകണമേ അപ്പാ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. അപ്പാ ഇതിൽ പ്രവർത്തിപ്പാൻ കർത്താവേ തലമുറയെ കർത്താവേ അവിടുന്ന് ഒരുക്കണമേ അപ്പാ. പേർ പറയപ്പെട്ട ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. അങ്ങേക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിപ്പാൻ കർത്താവേ അങ്ങ് അവരെ ഒരുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. നശിച്ചു പോകുന്ന ഇന്നിന്റെ തലമുറയുടെ മേൽ അങ്ങയുടെ കൃപ ചൊരിയണമേ കർത്താവേ. അപ്പാ അങ്ങയുടെ മക്കൾ കർത്താവേ, സ്തോത്രം കർത്താവേ, അങ്ങയുടെ സാക്ഷികളായി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകയായി നിന്നുകൊണ്ട് കർത്താവേ അപ്പാ സ്തോത്രം. യുവാക്കൾ മറ്റുള്ളവരെ അങ്ങേക്ക് വേണ്ടി കർത്താവേ നേടുവാനുള്ള കൃപ നൽകണമേ. അവരായിരിക്കുന്ന കർത്താവേ കോളേജിന്റെ മേഖലയിൽ
അടുക്കളയിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയായിരുന്നാലും കർത്താവെ അങ്ങയുടെ നാമം വിളമ്പുന്ന മക്കളാക്കി മാറ്റണമേ കർത്താവെ. അപ്പോ ഉണർവുള്ള ഒരു ജീവിതം നയിപ്പാൻ, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ, അതിലൂടെ ആത്മാക്കളെ നേടുവാൻ കർത്താവെ അങ്ങയുടെ മക്കളെയും പ്രാപ്തരാക്കണമേ കർത്താവെ. സ്തോത്ര രാജാതിരാജനെ, ഓരോ പ്രവർത്തനങ്ങളിലും അവരും പങ്കുകാരാകുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. അപ്പോ അങ്ങനെ അവിടുന്ന് ചെയ്യുവാൻ പോകുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. അപ്പോ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തണമേ കർത്താവെ. സ്തോത്രം കർത്താവെ. രാജാതിരാജനെ, സ്തോത്രം കർത്താവെ. പിതാവാം ദൈവമേ, ഈ കൂട്ടായ്മയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ പ്രവർത്തനത്തിൽ കൂടിയിരിക്കുന്ന ഓരോ മക്കളും കർത്താവെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ കർത്താവെ ഒരു അർപ്പിത സമർപ്പിത മനോഭാവത്തോടെ ഞങ്ങളുടെ വേലയെ തികപ്പാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, സ്തോത്രം അപ്പാ, സ്തോത്രം. നസ്രനായ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമെന്ന് ജീവിക്കുന്നവനായ നല്ല പിതാവേ, സ്തോത്രം അപ്പാ. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അറിവുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എഡിസൺ പാസ്റ്റർ പ്രാർത്ഥിക്കണം. നമ്മുടെ യുവതലമുറ ഇന്ന് വളരെയധികം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. യുവതലമുറയുടെ തകർച്ച ഒരു നാടിന്റെ തകർച്ചയാണ്, അതൊരു കുടുംബത്തിന്റെ തകർച്ചയാണ്, അതൊരു രാജ്യത്തിന്റെ തകർച്ചയാണ്. അത് മദ്യത്തിലും മയക്കുമരുന്നിലും ലോകമോഹങ്ങളിലും പെട്ട അവർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ വാർത്തെടുക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി അവരൊക്കെ മാനപാത്രങ്ങളായി തീരുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് യുവതലമുറയെ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം. എഡിസൺ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. യുവതലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള യുവതലമുറകളെ ഞങ്ങൾ ദൈവഭാഗ്യം സമർപ്പിക്കുന്നു. പ്രത്യേക കേരളത്തിലുള്ള യുവാക്കന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കാലഘട്ടത്തിന്റെ അകത്തളത്തിൽ സഹോദരിമാര് മദ്യം കുടിച്ച് കർത്താവെ ഹല്ലേലൂയ ദൈവമേ സുബോധം നഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ കർത്താവെ. അപ്പോൾ തന്നെ അവരുടെ മക്കളും മദ്യപാനത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അകത്തളത്തിൽ യുവാക്കന്മാര് രക്ഷകനെ കാണുവാൻ, യേശുവിനെ കാണുവാൻ, മാനസാന്തര അനുഭവം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ, യേശുവിന്റെ വചനം, യേശുവിന്റെ ക്രൂശിലെ സ്നേഹം അവരെ രൂപാന്തരപ്പെടുത്തി എടുക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുഴവക്കത്തിൽ വിദ്യായുടെ ഹൃദയം തുറന്നപോലെ അനേകം യുവാക്കന്മാരുടെ ഹൃദയങ്ങളെ തുറക്കുകയും അവർ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവരെ യോഗ്യതയുള്ള പാത്രങ്ങളാക്കി തീർക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയെങ്കിൽ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നു. മാനവ മഹത്വ പുകഴ്ചയെല്ലാം ദൈവത്തിന്, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പുത്രൻ വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അറിവുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം, സ്തോത്രം. അച്ഛമോളെ ഒരു പാട്ട് പാടാമോ? ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായ ഭാരത്തിലേക്കുയരും നാൾ വരുമല്ലോ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും, വേഗം വന്നിടും കാന്തന്റെ മുഖം കാണുവാൻ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും, വേഗം വന്നിടും കാന്തന്റെ മുഖം കാണുവാൻ. വാനസേനയുമായി വരും പ്രിയൻ, വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ, വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപമായൊരുങ്ങുക സഹചര, സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായൊരുങ്ങുക സഹചര, സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. അവർ തന്റെ ജനം നാം അവനോടു കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും
വരവേറ്റം സമീപമായൊരുങ്ങുക സഹചരൻ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായൊരുങ്ങുക സഹചരൻ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. Praise the Lord. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. രവി പാസ്റ്റർ പ്രാർത്ഥിക്കണേ. എന്തായാലും ക്രിസ്റ്റി സിസ്റ്ററും അതുപോലെ തന്നെ ശാന്ത സിസ്റ്ററിനെ കണ്ടതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾ ശോഭ സിസ്റ്ററും അതുപോലെ തന്നെ ക്രിസ്റ്റി സിസ്റ്ററും ശാന്ത സിസ്റ്ററും അച്ചുമോളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സോണി ബ്രദറൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെയും ഒരുമിച്ച് ഒരുമനപ്പെട്ട അനുഗ്രഹമാക്കി മുന്നോട്ട് നീക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ അവരോരോരുത്തരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ഈ തീരദേശ മിഷന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ആത്മീയ ഭൗതിക മണ്ഡലങ്ങൾ സ്വർഗം തുറന്നു വരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച രവി പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ രവി പാസ്റ്ററെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവിന് നിറഞ്ഞ സാന്നിധ്യം, കർത്താവെ തുടക്കം മുതൽ അവസാനം വരെ ദൈവകൃപ കൂടി ഇരുന്നല്ലോ അപ്പാ ഞങ്ങൾ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച വിഷയത്തിന് മേൽ ദൈവം ശ്രദ്ധ വച്ചു കേട്ട് ഇന്നാളുകൾ അതിന് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ തിരുവനന്തപുരം ദേശത്ത് ആ ദേശത്തെ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നതായ കർത്താവെ ശോഭ സിസ്റ്റർ കുടുംബം, ക്രിസ്റ്റി സിസ്റ്റർ, ഹല്ലേലൂയ, സൗന്ദര്യ സിസ്റ്റർ, ഇവരെല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സോണി ബ്രദറിനെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവർത്തികൾ ഈ നാളുകൾ അവരുടെ മേൽ വെളിപ്പെടണം. ആ ദേശം ഇവരാൽ പിടിക്കപ്പെടുവാൻ, ആ ദേശത്തിൽ കർത്താവ് സുവിശേഷം മുഴങ്ങുവാൻ തക്കവണ്ണം അനേക രക്ഷയുടെ പാതയിലോട്ട് നയിക്കപ്പെടുവാൻ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം നടക്കുന്ന പ്രാർത്ഥനകൾ വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കണം. ദൈവത്തിന്റെ അത്ഭുത കരം വെളിപ്പെടണം കർത്താവേ. സ്വബസിന്റെ ആ വീട്ടിൽ നടക്കുന്ന ആ പ്രയർ വലിയൊരു ദൈവപ്രവൃത്തിയായി മാറത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകണം. അതിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുവാൻ, സാമ്പത്തിക മണ്ഡലങ്ങൾ തുറക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെല്ലാം എന്റെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രിയുടെ കരം വെളിപ്പെടട്ടെ കർത്താവേ. എല്ലാ തിങ്കളാഴ്ച നടക്കുന്ന സൂം മീറ്റിങ്ങിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ എന്റെ ദൈവം പ്രവർത്തിക്കണം. സൂം മീറ്റിങ്ങിന് മേൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവെ എല്ലാവരും അതിൽ കടന്നു വന്ന് ഒരുമിച്ച് പങ്കെടുക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മുഖാന്തരങ്ങൾ ഒരുക്കണം. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 24-ാം തീയതി നടക്കുന്ന ചേർത്തലെ മീറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ വലിയ പ്രവൃത്തിയെ കാണുവാൻ, വലിയ ദൈവ കൃപ അതിന്മേൽ വ്യാപരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതിന് വേണ്ട സാമ്പത്തിക മണ്ഡലങ്ങൾ തുറക്കപ്പെടണം. ജനത്തെ കൂട്ടിവരുത്തണം. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ കർത്താവേ, ജനത്തിന് വേണ്ടതായ വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടുവാൻ, വചന വെളിപ്പാടുകൾ തന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് പ്രവർത്തിക്കണം. യേശുവിന്റെ നാമത്തിൽ 25-ാം തീയതി നടക്കുന്ന ബൈബിളിലെ മീറ്റിങ്ങിനെ ഏൽപ്പിക്കുന്ന വലിയ ദൈവപ്രവൃത്തി അങ്ങ് അയക്കണം. ദൈവം ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ദേശം വിടുവിക്കപ്പെടേണ്ടതിന് ഒരു ഉണർവിന്റെ കാറ്റ് അവിടെ വീക്ഷണം കർത്താവേ. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരുപോലെ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെടണം. ഒരു ഉണർവ് പൊട്ടി പുറപ്പെടട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഓരോ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടട്ടെ. എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയത്തെ മീറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി കാണണം. വലിയ ദൈവിക അനുഗ്രഹത്താൽ നിറയ്ക്കപ്പെടണം. ദൈവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ കരം അവിടെ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു അത്ഭുതം കാണുവാൻ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാ ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് ഒരുപോലെ അനുഗ്രഹമായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്.
അങ്ങ് പ്രവർത്തിക്കണം അപ്പച്ച. ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന ആരാധനകൾ, പ്രാർത്ഥനകൾ കർത്താവേ, ഹാല്യ മുഴുരാത്രി പ്രാർത്ഥനകൾ എല്ലാം അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കണം. ജോൺ പീറ്റർ പാസ്റ്റർ കുടുംബമായി തരുന്നു. ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പ്രവർത്തനത്തിന് വേണ്ടതായ സാമ്പത്തിക മണ്ഡലങ്ങളെ തുറന്നു കൊടുക്കണം. കർത്താവേ, തന്റെ ശുശ്രൂഷകൾ അനുഗ്രഹമായി മാറുവാൻ, പുതുവഴികൾ തുറക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പ. ദൈവകൃപ വെളിപ്പെടുത്തണം. പ്രത്യേകിച്ച് സജിദേവനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പം ആ വയ്യായ്മകളെല്ലാം എടുത്തു മാറ്റണം. അവൻ കർത്താവേ സ്തോത്രം അസ്വസ്ഥതയായിരിക്കുന്നതിനെ കർത്താവേ അപ്പ അവന് പൂർണ്ണ വിടുതൽ അങ്ങ് കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവന്റെ ശിരസ് മുതൽ പാദം വരെ ദൈവശക്തിയാൽ മൂടപ്പെടണം കർത്താവേ. ദൈവ കൃപയാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പങ്കെടുക്കുവാൻ കഴിയാത്ത എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു. അടുത്ത ആഴ്ചകൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുവാൻ തക്കവണ്ണം അങ്ങ് മുഖാന്തരങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വഴി വാതിലെല്ലാം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപേക്ഷിച്ച എല്ലാ ദൈവദാസന്മാരെ, ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണം, കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും അങ്ങെടുത്താട്ടെ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ട ദൈവത്തെ കരമേൽത്ത് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം പറഞ്ഞാണ് പാസ്റ്റർ. ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും ഇന്ന് കേട്ട പ്രാർത്ഥനയോടും കർത്താവിന്റെ വരവ് വരെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ജയത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ദൈവാസന്മാരെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിറയ്ക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. ക്രിസ്ത്യൻ ശ്രീ ശാന്തമ സിസ്റ്ററെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, നന്മ നിറയ്ക്കട്ടെ. ഓക്കെ, എഡിസൺ പാസ്റ്റർ നിറയ്ക്കട്ടെ. ഓക്കെ പാസ്റ്റർ. സംഖ്യ വേറെ വിശേഷം ഒന്നുമില്ലല്ലോ. സതീഷ് പാസ്റ്റർ, സോണി ബ്രദറെ, സുഖമായിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ചുമോള്, God bless you. Thank you, Mother. Thank you. God bless.